Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Malabar Gold and Diamonds. Celebrate the beauty of life. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. സുനിത ഫർണിച്ചർ, താവക്കര, കണ്ണൂർ since 1985. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. ഓറ ഹോം സെന്റർ നിയർ പെരുമ്പ ബ്രിഡ്ജ്, നാഷണൽ ഹൈവേ, എടാട്ട്, പയ്യന്നൂർ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. White House Gallery, National Highway, Chirvattur. Phone 9446 കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. ബ്രഹ്മാണ്ഡ വിൽപ്പന പയ്യന്നൂർ മൈജി ഫ്യൂച്ചറിൽ മാർച്ച് 14 വരെ മാത്രം. St. Lucy English Medium School, Korom. മംഗല്യ ഗോൾഡ്, തിരൂർപ്പുന്ന റോയൽ സിറ്റി കോംപ്ലക്സ്, ഇന്ത്യൻ കോഫി ഹൗസിനു സമീപം, പയ്യന്നൂർ. ഇമ്മാനുവൽ സിൽക്സ്, ന്യൂ ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. റിയാദ് മാൾ, പയ്യന്നൂർ. മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. മെയിൻ റോഡ്, ഇരട്ടി. എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നടൻ മാമുക്കോയ അന്തരിച്ചു. 4 പതിറ്റാണ്ടോളം മലയാളികളെ ചിരിപ്പിച്ച ചിരിയുടെ തമ്പുരാന് വിട. മരണകാരണം ഹൃദയാഘാതത്തോടൊപ്പം തലച്ചോറിലുണ്ടായ രക്തസ്രാവം. ഖബറടക്കം വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക്. തൃക്കരിപ്പൂരിൽ താലൂക്ക് ആശുപത്രിയിൽ പുതുതായി നിർമ്മിച്ച പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. ആരോഗ്യ, വനിതാ, ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കെട്ടിടം നിർമ്മിച്ചത് 2 കോടി രൂപ ചെലവിൽ. ഭക്തിയുടെ നിറവിൽ തെരു അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രത്തിൽ മീനമൃത് മഹോത്സവം. ഒരേ വേഷവും ഒരേ മനസ്സുമായി മീനമൃത് മഹോത്സവത്തിനെത്തിയത് നിരവധി പേർ. മീനമൃത് നടന്നത് കലശ മഹോത്സവത്തിന്റെ 5ാം നാൾ. പയ്യന്നൂർ നഗരസഭ ആരോഗ്യ ജാഗ്രത 2023 വലിച്ചെറിയൽ മുക്ത നഗരം പദ്ധതിയുടെ ഭാഗമായി പയ്യന്നൂർ നഗരസഭയിൽ മെഗാ ക്ലീനിംഗ് ക്യാമ്പയിൻ. നഗരത്തിന്റെ 7 ഭാഗങ്ങളിലായി നടന്ന ക്യാമ്പയിനിൽ സമൂഹത്തിലെ നാനാതുറകളിലുള്ളവർ പങ്കെടുത്തു. വാർത്തകൾ വിശദമായി. 4 പതിറ്റാണ്ടോളം മലയാളികളെ ചിരിപ്പിച്ച ചിരിയുടെ തമ്പുരാന് വിട. നടൻ മാമുക്കോയ അന്തരിച്ചു. ഹൃദയാഘാതത്തിനോടൊപ്പം തലച്ചോറിലുണ്ടായ രക്തസ്രാവമാണ് മരണകാരണം. 76 വയസ്സായിരുന്നു. അതേടാ, കീലേരി തന്നെ. ഞാൻ തിരിച്ചു വരില്ലാന്ന് വിചാരിച്ചു. എല്ലാത്തിനെയും കുത്തും ഞാൻ. 4 മാസമായിട്ട് കത്തിക്ക് റെസ്റ്റാണ്. ഇനി ഞാൻ റെസ്റ്റ് കൊടുക്കൂല. നേരത്തെ കുത്തും ഞാൻ. ഗഫൂർ കാ ദോസ്ത്. കാലങ്ങൾക്കിപ്പുറവും മലയാളികൾ ആഘോഷിക്കുന്ന, കൊണ്ടാടപ്പെടുന്ന ഹാസ്യ സാമ്രാട്ടിന്റെ വിയോഗം ഉൾക്കൊള്ളാൻ പാടുപെടുകയാണ് മലയാളി ചിരി ആസ്വാദകർ. എന്നോട് തന്നെയാ പറഞ്ഞേ. തന്നോട് കളിക്കാൻ ഞാനുണ്ട്. എടോ, തന്നോട് കളിക്കാൻ ഞാനുണ്ടെന്നാ പറഞ്ഞത്. അയാൾ ഇവിടുത്തെ അനന്തരനെ കൊല്ലാൻ നടക്കാണ്. ആരിവനാ? ഓണോടോ? അത് തമാശ. മോനേതാ? ഞാൻ ഏതെങ്കിലും ആയിക്കോട്ടെ. മേലാൽ ഈ ഏരിയയിലെങ്ങനെ കണ്ടുപോയാ? മലയാള സിനിമയിൽ ഹാസ്യത്തിന്റെ വേറിട്ട ശൈലിയുമായി 4 പതിറ്റാണ്ടോളം നിറഞ്ഞുനിന്ന നടൻ മാമുക്കോയ തന്റെ 76ാം വയസ്സിലാണ് ഹൃദയാഘാതത്തോടൊപ്പം തലച്ചോറിലുണ്ടായ രക്തസ്രാവത്തെ തുടർന്ന് വളരെ ആകസ്മികമായി വിട പറഞ്ഞത്.
സ്മൈൽ സ്മൈൽ റെഡി. ഞാൻ കള്ളല്ല സാർ, ഞാൻ പണി അന്വേഷിച്ചു വന്നത് സാർ. എന്നെ ഒന്നും ചെയ്തു സാർ. ഞാൻ പറയുന്ന ഒന്നും കേൾക്കും. സൂപ്പർവൈസറായ കുഞ്ഞിക്കാവർ അന്വേഷിച്ചു വന്നാണ് സാർ. ഞാൻ കള്ളല്ല സാർ. ആരെങ്കിലും കുഞ്ഞിക്കാവർ ആൾക്കത് തലക്ക് സുഖല്ലേ? എടോ പോലീസ് പിടിച്ചിട്ട് ഇങ്ങനെ കഴിയാലോ. കാളികാവ് പൂങ്ങോടിൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടനത്തിനായി എത്തിയ മാമുക്കോയെ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്നാണ് വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. തിങ്കളാഴ്ച മുതൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:05 അന്ത്യം സംഭവിച്ചത്. വ്യാഴാഴ്ച കണ്ണംപറമ്പ് ഖബർസ്ഥാനിലായിരിക്കും മാമുക്കോയയുടെ സംസ്കാരം നടക്കുക. പുതുതലമുറയും മാമുക്കോയ എന്ന നടന്റെ കോഴിക്കോടൻ ഭാഷയും സ്വാഭാവിക നർമ്മവുമൊക്കെ ആഘോഷമാക്കിയിരുന്നു. മീമുകളായും ട്രോളുകളായും മാമുക്കോയയുടെ സിനിമകളിലെ തഗ് ഡയലോഗുകളുമൊക്കെയായി അത് സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിന്നു. സോറി, ആള് മാറിപ്പോയി. സാറിനെ പോലെ തന്നെ വേറൊരു കള്ളനുണ്ട്. സോറി കേട്ടോ. അയ്യോ, എന്താ രാമേന്ദ്ര പ്രശ്നം? എന്റെ അബ്ദുക്ക, നിങ്ങൾ ഇതിനകത്ത് മഹർഷിയ അല്ലാതെ മുസ്ലിയാരല്ല. മാപ്പിള ഭാഷ പറഞ്ഞ് നാടൻ പറഞ്ഞ് കൊളാക്കരുത് കേട്ടോ. കുമാര, അനക്കേതായാലും കുറച്ച് വർഗീയത കൂടുതലുണ്ട്. എടോ, കലാകാരന്മാർ തമ്മിൽ വർഗീയത പാടില്ല. മലബാറിൽ ഏത് മഹർഷി ജനിച്ചാലും ഇങ്ങനെ പറയുള്ളൂ. നിങ്ങൾ ഇവിടുന്ന് ബെല്ലെടുത്തോണ്ട് പോയോ? ആ, കൊണ്ടേ. എന്നിട്ട് അതല്ല രാത്രി ഞാൻ പോയി തന്നായി. ആദ്യകാലത്ത് വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലെയുള്ള പ്രതിഭകൾ വരെ മാമുക്കോയക്ക് ഒരു റോളിനായി ശുപാർശ ചെയ്തിരുന്നു. 1979 അന്യരുടെ ഭൂമി എന്ന സിനിമയിൽ ചെറിയ വേഷം ചെയ്തുകൊണ്ടാണ് മാമുക്കോയ മലയാള സിനിമയിലേക്ക് എത്തിച്ചേരുന്നത്. 1982 വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ശുപാർശ പ്രകാരം സുറുമയിട്ട കണ്ണുകളിൽ മറ്റൊരു വേഷം ചെയ്തു. 4 വർഷം കഴിഞ്ഞു വന്ന സിബി മലയിലിന്റെ ദൂരെ ദൂരെ കൂടുകൂട്ടം എന്ന സിനിമയിലാണ് മാമുക്കോയ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. ശ്രീനിവാസൻ എന്ന തിരക്കഥാകൃത്തും സത്യൻ അന്തിക്കാട് എന്ന സംവിധായകനും ചേർന്ന് മലയാള സിനിമയെ മുന്നോട്ടു കൊണ്ടുപോയപ്പോൾ ആ കോമ്പിനേഷനിലേക്ക് എപ്പോഴും എത്തിച്ചേർന്നത് മാമുക്കോയ തന്നെയായിരുന്നു. തമാശ വേഷങ്ങൾക്കിടയിൽ തേടി വന്ന ചില വേഷങ്ങൾ മാമുക്കോയയിലെ സ്വാഭാവിക നടനെയും പുറത്തു കൊണ്ടുവന്നു. അദ്ദേഹം ഒടുവിലായി ചെയ്ത കുരുതിയിലെ മൂസാക്ക എന്ന വേഷവും ഇത്തരത്തിൽ ജനശ്രദ്ധ പിടിച്ചു വാങ്ങിയതായിരുന്നു. ബാക്കി ഞാൻ ചെയ്യാം. രാത്രി കാട്ടിൽ ഇല്ലാത്ത വഴിയിലൂടെ നിനക്ക് ജീപ്പ് ഓടിക്കാൻ ഒരാൾ വേണമെങ്കിൽ ഇനി സംസാരിക്കേണ്ടത് നിന്നോടാണ്, മൂസാ കാദറിനോട്. ലേറെ കഥാപാത്രങ്ങൾ സിനിമയിൽ തിരക്കുള്ള ആ സമയങ്ങളിൽ പോലും അരക്കിണറിലെയും കോഴിക്കോട് നഗരത്തിലും യാതൊരു താരജാടയുമില്ലാതെ നടന്ന മനുഷ്യനായിരുന്നു മാമുക്കോയ. കുതിരവട്ടം പപ്പുവിന് പിന്നാലെ കോഴിക്കോടിനെ മലയാള സിനിമയിൽ അടയാളപ്പെടുത്തിയ മാമുക്കോയയും വിട പറയുമ്പോൾ കോഴിക്കോടിനും മലയാള സിനിമയ്ക്കും അത് നികത്താനാകാത്ത വിടവ് തന്നെ സൃഷ്ടിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിൽ പുതുതായി നിർമ്മിച്ച പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 2 കോടി രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. സംസ്ഥാന സർക്കാർ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി 2 കോടി രൂപ ചെലവിലാണ് തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചത്. 3 നിലകളിലുള്ള കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ആഘോഷപൂർണ്ണമായ ചടങ്ങിൽ സംസ്ഥാന ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. അത് വളരെ മനോഹരമായി പൂർത്തീകരിച്ചു. ഇത് 1 വർഷത്തിനുള്ളിൽ ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം
പൂർത്തീകരിച്ചു. അപ്പം വളരെ ശ്രദ്ധയോടുകൂടിയുള്ള ഒരു ഇടപെടൽ തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുകയാണ്. അപ്പോൾ നമ്മുടെ ഈ താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ താലൂക്ക് ആശുപത്രി കേരളത്തിലെ മുഴുവൻ താലൂക്ക് ആശുപത്രികളിലും സർക്കാർ ഒരുക്കുന്നപ്പോൾ ഡയാലിസിസും തുടങ്ങി അല്ലെങ്കിൽ മറ്റനുബന്ധമായിട്ടുള്ള എല്ലാ സേവനങ്ങളും ഒരുക്കാനുള്ള ഇപ്പൊ ഇവിടെ 1 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് ലക്ഷ്യ സ്റ്റാൻഡേർഡ്സ് പ്രകാരമുള്ള ലേബർ റൂം നമ്മൾ ഒരുക്കുന്നുണ്ട്. ഇന്ന് കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ ലക്ഷ്യ മാനദണ്ഡ പ്രകാരമുള്ള ലേബർ റൂമും മറ്റനുബന്ധ സൗകര്യങ്ങളും തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിൽ ഗൈനക്കോളജിസ്റ്റിന്റെ സേവനം ഉൾപ്പെടെ ഉടൻ ലഭ്യമാക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. ആരോഗ്യരംഗത്ത് സമഗ്രവും ജനസൗഹൃദപരവുമായ വികസനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ വിശിഷ്ടാതിഥിയായി. മുഹമ്മദ് മുനീർ വടക്കുംപാടം റിപ്പോർട്ട് അവതരിപ്പിച്ചു. M രാജഗോപാലൻ MLA അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ, ജനപ്രതിനിധികളായ M മനു, PK ലക്ഷ്മി, K അനിൽകുമാർ, M സുമേഷ്, VV സുനിത, C ചന്ദ്രമതി ഉൾപ്പെടെയുള്ളവരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സംസാരിച്ചു. നിരവധി പേരാണ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കാളികളായത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഭക്തിയുടെ നിറവിൽ തെരു അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രത്തിൽ മീനമൃത് മഹോത്സവം നടന്നു. ദേവിക്ക് മീൻ നിവേദ്യമായി സമർപ്പിക്കാൻ ഒരേ വേഷവും ഒരേ മനസ്സുമായി നിരവധി പേരാണ് മീനമൃത് മഹോത്സവത്തിൽ പങ്കാളികളായത്. വിശ്വാസത്തികവിൽ തെരു അഷ്ടമച്ചൽ ഭഗവതി ക്ഷേത്ര കലശമഹോത്സവത്തിൻ്റെ ഭാഗമായി മീനമൃത് സമർപ്പണം നടന്നു. കലശമഹോത്സവത്തിൻ്റെ 5ാം ദിവസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ആകർഷകവുമായ മീനമൃത് ചടങ്ങ് നടക്കുന്നത്. തോർത്തുമുണ്ടെടുത്ത് കയ്യിൽ വടിയുമായി പുറപ്പെടുന്ന പുരുഷാരം കവ്വായിക്കായലിലിറങ്ങി ദേവിക്ക് നിവേദ്യത്തിനായി മീൻ പിടിച്ച് ഭക്തിപൂർവ്വം മടങ്ങിയെത്തുന്നതാണ് ചടങ്ങ്. സന്ധ്യയോടെ മടങ്ങിയെത്തുന്ന മീനമൃത് സംഘത്തെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ക്ഷേത്രത്തിലേക്ക് ആനയിച്ചത്. പുലർച്ചെ 7:30 വെളുപ്പിന് പെരുമ്പറ മുഴക്കത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. മീനമൃതിന് എത്തുന്നതിനായി സമുദായത്തിൽപ്പെട്ട പുരുഷന്മാരെ വിളിച്ചുണർത്തുന്നതിനാണ് ഈ ചടങ്ങ്. ഉച്ചയ്ക്ക് 12 മണിയോടെ 9ാമത്തെ പെരുമ്പറ മുഴങ്ങിയതോടെ മീനമൃത് സംഘത്തിലെ പുരുഷാരം ക്ഷേത്രത്തിലെത്തി ദേവിയെ വണങ്ങി മഞ്ഞൾക്കുരി സ്വീകരിച്ച് ക്ഷേത്രത്തെ 3 തവണ വലം വെച്ചു. തുടർന്ന് മത്സ്യം പിടിക്കാനാവശ്യമായ വലകൾ, ചൂരൽ വടി എന്നിവയുമായി മീനാഹോ എന്ന് വിളിച്ച് കവ്വായിപ്പുഴ ലക്ഷ്യമാക്കി നീങ്ങി. ആചാരപ്രകാരം ആദ്യമായി മടപ്പള്ളിത്താഴത്ത് വലവിരിച്ചും ചൂരൽ കൊണ്ട് അടിച്ചും മീനുകളെ പിടിച്ചു. ദേവിക്ക് നിവേദിക്കാനായി 21 മത്സ്യക്കോവ തയ്യാറാക്കി. ബാക്കി വന്ന മത്സ്യം ഭക്തർക്ക് വിതരണം ചെയ്യുകയാണ് പതിവ്. അപ്പോൾ ഇവിടെ തുടർന്നുള്ള ഓരോ നിമിത്തങ്ങൾ കാണിച്ചത് പ്രകാരം, ഇവിടെ വലിയ പ്രാർത്ഥനിക ചിന്തകൾ നടത്തിയത് പ്രകാരം വിവിധ ഉത്സവ വിധികൾ നിശ്ചയിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ മീനമൃത് മഹോത്സവം എന്താണ് എന്നുള്ള കാര്യത്തിലാണ് കൂടുതൽ ചർച്ച നടന്നിട്ടുള്ളത്. മീനമൃത് മഹോത്സവത്തിൽ ഇവിടെ മീനമൃത് പിടിച്ച് ഒപ്പിക്കുന്നത് തിരുവറുകാട് ഭഗവതിയുടെ നിവേദ്യം എന്ന നിലയിലാണ്. തിരുവറുകാട് ഭഗവതിക്ക് കലശ മഹോത്സവത്തിൽ കാരളിയമ്മോൻ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരു മീനമൃത് മഹോത്സവത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം, സാധാരണ നമ്മൾ കോലം എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ തിരുമുമ്പിനെ വന്ന് മുഖം കാണിക്കുന്നൊരു ചടങ്ങുണ്ട്. അങ്ങനെ ദേവിയുടെ ഭഗവതിയുടെ അർദ്ധകായ രൂപത്തിൽ കാരളിയമ്മോനെ കാണാൻ യാത്രയാവുകയും കാരളിയമ്മോൻ ആ രൂപത്തിൽ തൃപ്തനാകാതെ എനിക്ക് ഭഗവതിയുടെ ദേവിയുടെ പൂർണ്ണകായ രൂപം ദർശിക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ
ആ സമയത്ത് തന്നെ കാലടിയമ്മനോട് ആ അർദ്ധകായ രൂപത്തിലുള്ള ദേവി പറയുകയുണ്ടായി, എൻ്റെ വിശ്വരൂപം കാണിച്ചാൽ ഒരുപക്ഷെ താങ്കൾക്ക് പോലും അത് ദർശിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. എന്നിരുന്നാലും കാലടിയമ്മൻ്റെ പ്രാർത്ഥനയും അപേക്ഷയും കേട്ട് ഭഗവതി രണ്ടാമത് പൂർണ്ണ വിശ്വരൂപം കാണിക്കാനായി തുനിഞ്ഞപ്പോൾ ഭഗവതി ആവശ്യപ്പെടുകയുണ്ടായി, ഞാൻ എൻ്റെ പൂർണ്ണ വിശ്വരൂപം കാണിക്കുമ്പോൾ എനിക്ക് ആവശ്യമായിട്ടുള്ള ഭോജ്യങ്ങളും ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങളും മറ്റും കാര്യങ്ങളും തരണം. അത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇത്തരത്തിലുള്ള രൂപം കാണിക്കാൻ സാധിക്കൂ. അപ്പോൾ അത് സന്ധ്യയോടെ ക്ഷേത്ര കവാടത്തിലെത്തിയ മീനമൃത് സംഘത്തെ ക്ഷേത്രസ്ഥാനികർ, ആചാരക്കാർ, ഭക്തജനങ്ങൾ എന്നിവർ ചേർന്ന് വാദ്യഘോഷങ്ങളോടെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചു. ദേവിക്ക് മീനമൃത് സമർപ്പിച്ച് സംഘം പിൻവാങ്ങുന്നതോടെയാണ് മീനമൃത് ചടങ്ങ് അവസാനിക്കുന്നത്. P2C. തെരു അഷ്ടമച്ചൽ ഭഗവതി ക്ഷേത്ര മഹോത്സവത്തിൻ്റെ 5ാം ദിവസമാണ് മീനമൃത് ചടങ്ങ് നടന്നത്. ഭക്തി ആദരപൂർവ്വം നടന്ന ചടങ്ങിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് ഈ മീൻ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുത്തത്. കവ്വായി പുഴയിൽ നിന്ന് മീൻ പിടിച്ച് സന്ധ്യയോടെയാണ് ക്ഷേത്രത്തിൽ തിരിച്ചെത്തിയ ഈ മീനമൃത് പുരുഷാരത്തെ വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് ക്ഷേത്രത്തിലേക്ക് വരവേറ്റത്. ഭക്തി ആദരപൂർവ്വമാണ് ഈ ചടങ്ങ്. ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് തെരു അഷ്ടമച്ചൽ ഭഗവതി ക്ഷേത്ര മഹോത്സവത്തിൻ്റെ ഭാഗമായി ഈ ചടങ്ങ് നടന്നത്. ക്യാമറമാൻ സുമേഷിനൊപ്പം ജയരാജ് വടവന്തൂർ, നെറ്റ്വർക്ക് ന്യൂസ്. പയ്യന്നൂർ നഗരസഭ ആരോഗ്യ ജാഗ്രത 2023 വലിച്ചെറിയൽ മുക്ത നഗരം പദ്ധതിയുടെ ഭാഗമായി പയ്യന്നൂർ നഗരസഭയിൽ മെഗാ ക്ലീനിംഗ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. നഗരത്തിന്റെ 7 ഭാഗങ്ങളിലായി നടന്ന ക്യാമ്പയിനിൽ സമൂഹത്തിലെ നാനാതുറകളിലുള്ളവർ പങ്കെടുത്തു. പയ്യന്നൂർ നഗരസഭ ആരോഗ്യ ജാഗ്രത 2023 വലിച്ചെറിയൽ മുക്ത നഗരം പദ്ധതിയുടെ ഭാഗമായി പയ്യന്നൂർ നഗരസഭയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനം ലക്ഷ്യമിട്ട് മെഗാ ശുചീകരണ ക്യാമ്പയിൻ ആരംഭിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ കാര്യാലയത്തിന് സമീപം TI മധുസൂദനൻ MLA നിർവഹിച്ചു. ശുചിത്വപൂർണ്ണമായിട്ടുള്ള വീടും നാടും ഉണ്ടാവുക എന്ന് പറയുന്നത് അത് മുനിസിപ്പാലിറ്റി ചെയ്യേണ്ട പണിയാണ് എന്നുള്ള നിലയിൽ മാറ്റി നിർത്തേണ്ട ഒരു കാര്യമാണ്. മുനിസിപ്പാലിറ്റിയിൽ മനുഷ്യരുള്ള സ്ഥലമാണ്. അവർ മാത്രമായിട്ട് നിർവഹിക്കേണ്ട ഒരു ഔദ്യോഗിക സംഘം നിർവഹിക്കേണ്ട ഉത്തരവാദിത്തമായിട്ട് ചുരുങ്ങാതിരിക്കാനുള്ള ജാഗ്രതയോട് കൂടിയിട്ടുള്ള വിപുലമായിട്ടുള്ള പ്രകടനങ്ങളാണ് എല്ലായിടങ്ങളിലും നടന്നു വരുന്നത്. അതിൽ നമ്മുടെ നാടിൻ്റെ സംരക്ഷണ വിഭാഗമായിട്ടുള്ള CRPF കൂടി പങ്കെടുക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ചെയർപേഴ്സൺ KV ലളിത അധ്യക്ഷയായി. മുൻ MLA C കൃഷ്ണൻ, വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, നഗരസഭാ സെക്രട്ടറി MK ഗിരീഷ്, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KU വിജയകുമാർ, KP ബാലകൃഷ്ണ പൊതുവാൾ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. നഗരസഭയിലെ 7 കേന്ദ്രങ്ങളിലായാണ് ശുചീകരണ പ്രവർത്തനം സംഘടിപ്പിച്ചത്. ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, CRPF വളണ്ടിയർമാർ, NSS, SPC വളണ്ടിയർമാർ, സന്നദ്ധ സംഘടനകൾ, തൊഴിലാളി സംഘടനകൾ, ഹോട്ടൽ വ്യാപാരി സംഘടനകൾ, കുടുംബശ്രീ, ഹരിതകർമ്മസേന, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി. മാതൃകാപരമായ രീതിയിലാണ് നഗരസഭയിൽ ശുചീകരണ പ്രവർത്തനം നടന്നതെന്ന് ചെയർപേഴ്സൺ KV ലളിത പറഞ്ഞു. മഴക്കാലപൂർവ്വ ശുചീകരണ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ ശുചീകരണ ക്യാമ്പയിനാണ് ഇന്ന് ആരംഭിച്ചിട്ടുള്ളത്. പയ്യന്നൂരിലെ എല്ലാ വിഭാഗം ആളുകളും, വിവിധ സന്നദ്ധ സംഘടനകൾ, യുവജന സംഘടനകൾ, വ്യാപാരികൾ, ഹോട്ടൽ മേഖലയിൽ ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകൾ, CRPF ജവാന്മാർ തുടങ്ങി സമൂഹത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകളെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ക്യാമ്പയിനാണ് ഇന്ന് നഗരസഭ ആരംഭിച്ചിട്ടുള്ളത്. ഏപ്രിൽ 30 നഗരസഭയിലെ 44 വാർഡുകളിലും ശുചീകരണ പ്രവർത്തനം നടത്തും. എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചുള്ള ശുചീകരണം വഴി മഴക്കാലപൂർവ്വ രോഗങ്ങളെ ഫലപ്രദമായി തടയുകയാണ് നഗരസഭയുടെ ലക്ഷ്യം. UDFന്റെ നേതൃത്വത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂരിൽ നടന്ന ധർണാ സമരം UDF തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം ചെയർമാൻ K ശ്രീധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ കെട്ടിട നികുതി വർദ്ധിപ്പിച്ച നടപടിയിലും പുതിയ വീട് നിർമ്മാണത്തിന് ബിൽഡിംഗ് പെർമിറ്റ് 10 മടങ്ങ് വർദ്ധിപ്പിച്ചത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുമാണ് UDFന്റെ നേതൃത്വത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്.
തൃക്കരിപ്പൂർ പഞ്ചായത്ത് UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ധർണാ സമരം UDF തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം ചെയർമാൻ K. ശ്രീധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സ്വാഭാവികമായും അതിനെതിരെ വളരെ ശക്തമായ ജനവികാരം ഉണ്ടായെങ്കിൽ പോലും അതിന് പിന്നോട്ട് പോകാൻ ഗവൺമെന്റ് തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ കൂനിന്മേൽ പോലെ ഈ കഴിഞ്ഞ 10-ാം തീയതി മുതൽ ഇങ്ങോട്ട് കെട്ടിട നിർമ്മാണ മേഖലയിൽ അല്ലെങ്കിൽ കെട്ടിട നികുതി കൊള്ളയുമായി ഗവൺമെന്റ് കടന്നു വരുന്നു. കെട്ടിട നികുതി കൊള്ള എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഗവൺമെന്റ് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സംസ്ഥാനത്ത് മാത്രമല്ല, ഇനി അങ്ങോളമുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും നമ്മുടെ സംസ്ഥാനത്തേക്കാൾ എത്രയോ ഇരട്ടിയാണ് അപേക്ഷാ ഫീസും അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണത്തിന്റെ അനുമതിയുള്ള പ്രവേശനത്തിലുള്ള ഫീസും ഒക്കെ. VL അഷ്റഫ് അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് P. കുഞ്ഞിക്കണ്ണൻ, പഞ്ചായത്ത് UDF കൺവീനർ KV വിജയൻ, CMB ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം EV ദാമോദരൻ, PV കണ്ണൻ മാസ്റ്റർ, MTP കരീം, KP ദിനേശൻ, VV അബ്ദുള്ള, S. കുഞ്ഞഹമ്മദ്, C. രവി തുടങ്ങിയവർ സംസാരിച്ചു. നേരത്തെ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് പ്രകടനമായാണ് പ്രതിഷേധ സമരത്തിന് UDF പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ എത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ വെള്ളൂരിൽ ഫർണിച്ചർ സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറി ജീവനക്കാരിയെയും ഭർത്താവിനെയും മർദ്ദിച്ചുവെന്ന പരാതിയിൽ 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഇവരിൽ 4 പേരെ ബുധനാഴ്ച ഉച്ചയോടെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒരാൾ ഒളിവിലാണ്. കഴിഞ്ഞ ദിവസം പയ്യന്നൂർ വെള്ളൂരിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. വെള്ളൂരിലെ മെട്രോ പാലസ് എന്ന ഫർണിച്ചർ സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറിയ പ്രതികൾ മാനേജറായി ജോലി ചെയ്യുന്ന യുവതിയെയും ഭർത്താവിനെയും മർദ്ദിക്കുകയായിരുന്നു. സംഭവത്തിൽ പാലത്തറ സ്വദേശികളായ രഘു, ഉമേശൻ, ദാമോദരൻ, ബിജു എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മറ്റൊരു പ്രതിയായ ഷാജഹാനെ പിടികിട്ടിയിട്ടില്ല. ഫർണിച്ചർ സ്ഥാപനത്തിന്റെ ഉടമയുടെ മലേഷ്യയിലെ മറ്റൊരു സ്ഥാപനത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളുടെ തുടർച്ചയായാണ് അക്രമമെന്നാണ് സൂചന. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ആദ്യ യാത്രയിൽ പയ്യന്നൂരിലെത്തിയ വന്ദേ ഭാരത് എക്സ്പ്രസിന് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. UDFന്റെയും BJPയുടെയും നേതൃത്വത്തിൽ വെവ്വേറെയാണ് സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത്. കന്നിയാത്രയിൽ പയ്യന്നൂരിലെത്തിയ വന്ദേ ഭാരത് എക്സ്പ്രസിന് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. സ്റ്റോപ്പ് താൽക്കാലികമാണെങ്കിലും ഒരാഴ്ചയോളം ട്രെയിനിന് പയ്യന്നൂരിൽ സ്റ്റോപ്പുണ്ടാകുമെന്നാണ് സൂചന. രാത്രി 8:30 പയ്യന്നൂരിലെത്തിയ വന്ദേ ഭാരതിന് രാജ്മോഹൻ ഉണ്ണിത്താൻ MPയുടെ നേതൃത്വത്തിലാണ് UDF സംഘം സ്വീകരണമൊരുക്കിയത്. ബാൻഡ് മേളത്തിൻ്റെ അകമ്പടിയോടെയാണ് സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത്. കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന്, മഞ്ചേശ്വരം MLA KM അഷ്റഫ് എന്നിവരും UDF സംഘത്തിലുണ്ടായിരുന്നു. ഇവർ പയ്യന്നൂരിൽ നിന്നും കാസർഗോഡ് വരെ ട്രെയിനിൽ യാത്ര ചെയ്യുകയും ചെയ്തു. സംസ്ഥാന സർക്കാരിനെയും കേരളത്തിലെ ജനപ്രതിനിധികളെയും അറിയിക്കാതെ നിഗൂഢമായ രീതിയിലാണ് വന്ദേ ഭാരത് ട്രെയിൻ കേന്ദ്രം അനുവദിച്ചതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. ഇത് വന്ദേ ഭാരതിൻ്റെ കന്യാത്രയുടെ ശോഭ കെടുത്തി. ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് ട്രെയിൻ അനുവദിക്കുന്നത്. കൂടുതൽ സ്ഥലങ്ങളിൽ സ്റ്റോപ്പ് അനുവദിച്ചാൽ കൂടുതൽ വരുമാനം ലഭിക്കും. കർണാടകത്തിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ട്രെയിൻ മംഗലാപുരം വരെ നീട്ടുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയതായും MP അറിയിച്ചു. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ നേതൃത്വത്തിലും ട്രെയിനിന് പയ്യന്നൂരിൽ സ്വീകരണമൊരുക്കിയിരുന്നു. നിരവധി പേരാണ് സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. BJPയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ വന്ദേ ഭാരതിന് സ്വീകരണമൊരുക്കി. വിവിധ കലാപരിപാടികളോടെയാണ് സ്വീകരണം സംഘടിപ്പിച്ചത്. തിരുവാതിര, ഗാനമേള തുടങ്ങിയ വിവിധ കലാപരിപാടികളോടെയാണ് BJP വന്ദേ ഭാരതിനെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് സ്വീകരിച്ചത്.
BJP സംസ്ഥാന നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് KK ശ്രീധരൻ, C നാരായണൻ, മണ്ഡലം പ്രസിഡന്റുമാരായ ബാലകൃഷ്ണൻ പനക്കിൽ, സന്തോഷ് കൊട്ടാരത്തിൽ, സംസ്ഥാന സമിതി അംഗം പ്രകാശ് കോറോം എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ക്ഷേത്രത്തിലെ കാഴ്ചവരവിന് ചെണ്ട കൊട്ടിയതിന്റെ കൂലി തരാനെത്തിയ ആൾ ജാതി വിളിച്ച് അധിക്ഷേപിച്ചതായി വാദ്യകലാകാരൻ. പയ്യന്നൂർ കാനായി മണിയറയിലെ MP രാമകൃഷ്ണനാണ് പയ്യന്നൂർ പോലീസിൽ പരാതി നൽകിയത്. മണിയറയിലെ ഒരു ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ടാണ് പരാതിക്കാസ്പദമായ സംഭവം. കാവുകളിലെയും ക്ഷേത്രങ്ങളിലെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് ജാതി വിവേചനത്തിന്റെയും ജാതി അധിക്ഷേപങ്ങളുടെയും വാർത്തകൾ നിരന്തരം വന്നിട്ടും വലിയ പ്രതിഷേധങ്ങളോ തിരിച്ചടികളോ ഇല്ലാത്തതിനാലാകാം ഇത്തരം വിഷമിപ്പിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ്. പ്രബുദ്ധരായ പുരോഗമന മലയാളികളാണ് എന്ന് ഊറ്റം കൊള്ളുന്ന നമുക്കിടയിലാണ് ഇതൊക്കെ എന്നത് നമ്മുടെ തന്നെ തലകുനിപ്പിക്കുന്നതാണ്. മണിയറയിലെ ഒരു ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടന്ന കാഴ്ചവരവിന് ചെണ്ടകൊട്ടിയ വാദ്യകലാകാരൻ മാതമംഗലം മണിയറയിലെ MP രാമകൃഷ്ണന് കൂലി നൽകാനായി ചിലർ എത്തിയപ്പോഴാണ് അവരിൽ നിന്നും മോശം അനുഭവം ഉണ്ടായതെന്ന് രാമകൃഷ്ണൻ പറയുന്നു. ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഇത്രയും കാലം നടന്നു വന്നിരുന്നതായിരുന്നു. അച്ഛനും അച്ഛൻ്റെ അളയച്ചന്മാരൊക്കെ കൂടി. ഇപ്പോൾ അതൊരു 5 വർഷമായിട്ട് ആ ക്ഷേത്രം നടത്തുന്നത് ഞാനാണ്. ഇപ്രാവശ്യം അവിടുത്തെ വിഷുവിളക്ക് ഉത്സവവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കാഴ്ചയിൽ വാദ്യമെടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയൊരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് കാഴ്ചക്ക് കൊട്ടിയതിൻ്റെ പേരിൽ 200 രൂപ അവർ എനിക്ക് തരികയും അത് ഞാൻ ഇരുന്ന് മേടിച്ചു എന്നുള്ള ഒരു പരാതിയും ഉണ്ടായി. ശരിക്കും പറഞ്ഞാൽ ഈ കൂലി മേടിക്കുന്നത് ഒരു ക്ഷേത്രാചാര പ്രകാരമുള്ള ഒരു രീതിയിൽ മേടിക്കുന്നതല്ല. അതിനോട് സമീപ പ്രദേശങ്ങളായ ഹോട്ടലിൽ ഞാനുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് എനിക്ക് തരാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ ആ അമ്പലത്തിന്റെ ഏത് ഭാഗങ്ങളിലൂടെ പോകുമ്പോഴും ഈ കാഴ്ചേന്റെ പൈസ എന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും കാലം എനിക്ക് തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം 150 തന്നിട്ടുണ്ട്, അതുകൊണ്ട് 200 രൂപ തരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് വേണ്ട, നിങ്ങളത് കമ്മിറ്റി വെച്ചോളൂ എന്നുള്ള രീതിയിലാണ് ആ പൈസ ഞാൻ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ വിഷയം ഞാൻ അവിടെ അവസാനിപ്പിച്ചതാണ്. പക്ഷേ പിന്നീട് ഒരു വ്യക്തി വളരെ മോശമായിട്ട് ഏതാണ്ട് ഒരു 1 അവറോളം ഇയാൾ വളരെ മോശമായി ചീത്ത പറയുകയും എന്നെ ജാതി അധിക്ഷേപം നടത്തുകയും ഉണ്ടായി. അത് ഒരു തവണയല്ല, ഒരു 3-4 തവണ നമ്മളെ ഇങ്ങനെ ജാതി വിളിച്ച് അധിക്ഷേപിച്ചു. ചെണ്ടകൊട്ടി ക്ഷീണിതനായതിനെ തുടർന്ന് വിശ്രമിക്കുകയായിരുന്ന രാമകൃഷ്ണന് കൂലി നൽകാൻ കാഴ്ച കമ്മിറ്റിക്കാർ എത്തിയപ്പോൾ തങ്ങളെ കാണുമ്പോൾ തന്നെ രാമകൃഷ്ണൻ എഴുന്നേറ്റു നിൽക്കേണ്ടതാണെന്നും അങ്ങനെയേ കൂലി വാങ്ങാവൂ എന്നും കാഴ്ച കമ്മിറ്റിയിലെ ഒരാൾ ശഠിച്ചതായാണ് രാമകൃഷ്ണൻ പറയുന്നത്. അതനുസരിച്ച് എഴുന്നേറ്റ് നിന്ന് കൂലി സ്വീകരിച്ചപ്പോൾ 200 രൂപ മാത്രമായിരുന്നു കൂലിയായി ഉണ്ടായിരുന്നത്. ഈ സമയങ്ങളിലൊക്കെയും പലതവണ രാമകൃഷ്ണനെ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിക്കുകയും ചെയ്തു. ഇതോടെ രാമകൃഷ്ണൻ തുക സ്വീകരിക്കാൻ തയ്യാറായില്ല. ഈ വ്യക്തി ഇതിനു മുന്നേ ഒരു 5-10 വർഷം മുന്നേ ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഇയാൾ വന്നപ്പോഴൊക്കെ ഈ സമുദായങ്ങളെ ഞങ്ങളെ പോലുള്ളവരെ വളരെയധികം അധിക്ഷേപിച്ച് മദ്യപിച്ചിട്ട് തന്നെ അധിക്ഷേപിച്ച് ഒരു കാര്യങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ അത് അവിടെ പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും തന്നെ ഇതുവരെ നമുക്ക് വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ പേരിലാണ് ഞാൻ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ ഞാൻ കേസ് 20-ാം തീയതി കേസ് കൊടുത്തു. 19-ാം തീയതി ആയിരുന്നു ഈ വിഷയം ഉണ്ടായത്. 20-ാം തീയതി ഞാൻ കേസ് കൊടുത്തു. പക്ഷേ ഇതുവരെയായിട്ടും ഇന്നിപ്പോൾ 25-ആണ്. ഇതുവരെയായിട്ടും യാതൊരു വിധത്തിലുള്ള ഒരു മൂവ്മെന്റും അതിലുണ്ടായിട്ടില്ല. ക്ഷേത്ര കാഴ്ചകൾക്കായി എത്തുന്ന ബാൻഡ് മേളം അടക്കമുള്ള വാദ്യമേളക്കാർക്ക് 40,000 രൂപയോളം കൂലി നൽകുമ്പോഴാണ് കുലത്തൊഴിലായി ചെണ്ടകൊട്ടുന്നവർക്ക് ഈ തുച്ഛമായ തുക പല ക്ഷേത്ര കമ്മിറ്റിക്കാരും നൽകി വരുന്നത്. അതും എഴുന്നേറ്റുനിന്ന് താണ് വണങ്ങി വാങ്ങണം. കാലം എത്ര പുരോഗമിച്ചാലും ജാതീയ വെറികൾ കൊള്ളുന്ന ഇത്തരക്കാർ തന്നെയാണ് കാലത്തെ പിറകോട്ട് വലിക്കുന്നതും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. SIയെയും പോലീസുകാരനെയും ആക്രമിക്കുകയും മെഡിക്കൽ കോളേജ് ക്വാർട്ടേഴ്സിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്ത യുവാവ് ജയിലിലായി. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടൈപ്പ് ക്വാർട്ടേഴ്സിലെ താമസക്കാരിയായ സ്റ്റാഫ് നഴ്സ് പേരാവൂരിലെ റീഷ്ണയുടെ ഭർത്താവ് മുഴപ്പാലയിൽ പൂക്കാരൻ ഹൌസിൽ ഗംഗാധരന്റെ മകൻ ഷമലിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചൊവ്വാഴ്ച രാത്രിയിലാണ് സംഭവം നടന്നത്. 3 കുട്ടികളോടൊപ്പം ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന റീഷ്ണയോടൊപ്പം കോവിഡ് കാലത്ത് നാട്ടിലെത്തിയ ഭർത്താവ് ഷമൽ താമസം തുടങ്ങിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഇയാൾ സ്ഥിരമായി മദ്യപിച്ചെത്തി പ്രശ്നങ്ങളുണ്ടാക്കാൻ തുടങ്ങിയെന്നാണ് പരാതി. റീഷ്ണ ഭർത്താവിനെ നേർവഴിക്ക് നയിക്കാൻ പലതരത്തിലുള്ള ഇടപെടൽ നടത്തിയെങ്കിലും പരിഹാരം കാണാൻ സാധിച്ചില്ല. അമിതമായി മദ്യപിച്ചെത്തി മർദ്ദിക്കുകയും മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതോടെ റീഷ്ണ മെഡിക്കൽ കോളേജിലെ സംഘടനാ പ്രവർത്തകരെ അറിയിച്ചതിനെ തുടർന്ന് പ്രശ്നത്തിൽ ഇടപെട്ട ഇവർ ഇയാളോട് ക്വാർട്ടേഴ്സിൽ നിന്ന് ഒഴിയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു.
ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി ലഭിച്ചതോടെ അന്വേഷിക്കാനായി പരിയാരം SI KV സതീശനും CPO സോജിയും ക്വാർട്ടേഴ്സിലെത്തി. ഈ സമയത്ത് മദ്യപിച്ച് ലഘുകെട്ട ഷമൽ SIയെ ആക്രമിക്കുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന സോജിക്കും ആക്രമണത്തിൽ പരിക്കേറ്റു. കൂടുതൽ പോലീസുകാരെത്തിയെങ്കിലും അവരെയും ഇയാൾ ആക്രമിക്കാൻ ശ്രമിച്ചു. പിടിവലിക്കിടയിൽ വീണ് ഷമലിനും പരിക്കേറ്റു. അക്രമത്തിൽ പരിക്കേറ്റ SI സതീശനും CPO സോജിയും മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ ചികിത്സ തേടി. ബഹളത്തിനിടയിൽ പരിക്കേറ്റ ഷമലിനും ചികിത്സ നൽകി. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് SI KV സതീശന്റെ പരാതി പ്രകാരമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കാട്ടുപന്നി ശല്യത്താൽ ദുരിതത്തിലായിരിക്കുകയാണ് ജനങ്ങൾ. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ കടന്നപ്പള്ളി പടിഞ്ഞാറേക്കര UP സ്കൂൾ ഭാഗത്താണ് കാട്ടുപന്നികളുടെ ശല്യം വർദ്ധിച്ചിരിക്കുന്നത്. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ കടന്നപ്പള്ളി പടിഞ്ഞാറേക്കര UP സ്കൂൾ ഭാഗത്താണ് കാട്ടുപന്നി ശല്യം വർദ്ധിച്ചിരിക്കുന്നത്. കാട്ടുപന്നികൾ കൂട്ടത്തോടെ വന്ന് കൃഷികൾ നശിപ്പിക്കുകയാണ്. കൃഷി നശിപ്പിക്കുകയും കൃഷിയിടങ്ങൾ ഇളക്കിമറിച്ചിട്ട നിലയിലുമാണുള്ളത്. കൃഷി ചെയ്ത വാഴകൾ കുത്തി നശിപ്പിച്ചിരിക്കുകയാണ്. ഒരു തരത്തിലും കൃഷി ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇവിടെയുള്ളതെന്ന് പ്രദേശവാസികൾ പറയുന്നു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൽ തന്നെ പന്നീൻ്റെ ശല്യം വളരെ രൂക്ഷമാണ്. ഇപ്പോൾ ഒട്ടനവധി വാഴകളാണ് കിടപ്പ് നശിപ്പിച്ചുള്ളത്. അതായത് ഒരാഴ്ചക്ക് ഒരു ദിവസം പുള്ളിക്കാരൻ വന്ന് നോക്കും എങ്ങനെയാണ് സംഭവം. അപ്പോൾ അതാണ് കാര്യം, വാഴ കൊത്തി ഇങ്ങനെ പൊളന്നിട്ടാണ് സംഭവം കൊണ്ടുപോകും. അപ്പോൾ ഇതിൽ നിന്ന് പ്രതിവിധി വെച്ചാൽ മതിൽ കെട്ടൽ രക്ഷയില്ലോ. പിന്നെ വേറെന്ന് വെച്ചാൽ നമ്മളെ വനം നശീകരണം തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം. പന്നി വനം പോകുമ്പോൾ ഗ്രാമങ്ങളിലേക്കും ഗ്രാമങ്ങളിൽ നിന്ന് ടൗണിലേക്കും വന്നിവിടെയാണ്. ഇതിനിടയ്ക്കുണ്ടായ സംഭവമാണ് കണ്ടെന്നൊരു പട്ടാപ്പകലാണ് ഒരു പീടികയിൽ പന്നി കയറി ആക്രമണം ഉണ്ടാക്കിയത്. അപ്പോൾ ഇതെല്ലാം നമുക്കൊരു ഭാവി ജീവിതത്തിന് കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ പന്നിശല്യം തടയാൻ ഫോറസ്റ്റ് അധികൃതരുടെ സഹായം ലഭ്യമാക്കണമെന്നും കൃഷികൾ സംരക്ഷിക്കാനാവശ്യമായ നടപടി ഉടൻ ബന്ധപ്പെട്ടവർ സ്വീകരിക്കണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കാങ്കോൽ ശിവക്ഷേത്ര മൈതാനത്ത് വേലിത്തത്തകൾ കൂടുകൂട്ടാനെത്തി. മൈതാനം കളിക്കാർ കൈയടക്കുമ്പോഴും പരിമിതമായ പ്രദേശത്തേക്ക് പക്ഷികൾ ഒതുങ്ങിക്കഴിഞ്ഞു. സംസ്ഥാനത്ത് വേലിത്തത്തകൾ പ്രജനനത്തിനായി എത്തുന്ന ഏക സ്ഥലമായി കാണപ്പെടുന്നതും കാങ്കോൽ മാത്രമാണ്. TI മധുസൂദൻ പതിവ് തെറ്റിക്കാതെ ഇത്തവണയും വേലിത്തത്തകൾ കാങ്കോലിൽ വിരുന്നെത്തി. കാങ്കോൽ ശിവക്ഷേത്ര മൈതാനത്തിന് സമീപത്താണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വേലിത്തത്തകൾ കൂടുകൂട്ടി പ്രജനനത്തിനായി എത്തുന്നത്. നേരത്തെ ടൗണിൽ പ്രധാന റോഡിന് സമീപം സബ്സ്റ്റേഷൻ എതിർവശത്തുള്ള മൺതിട്ടയിലായിരുന്നു ഇവ കൂടുകൂട്ടിയിരുന്നത്. ഇവിടെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചതോടെ തത്തകൾ ഇവിടം ഉപേക്ഷിച്ച് ശിവക്ഷേത്ര മൈതാനിക്ക് സമീപത്തേക്ക് മാറുകയായിരുന്നു. മണ്ണുകൾ കൊണ്ട് നിർമ്മിച്ച പഴയകാല വേലികളായിരുന്നു ഇവയുടെ താവളം. ഇതാണ് ഇവയ്ക്ക് വേലിത്തത്തകൾ എന്ന പേരിന് കാരണമായത്. വേലികളൊക്കെ അപ്രത്യക്ഷമായപ്പോൾ വൈദ്യുത കമ്പികളായിരിക്കുകയാണ് വേലിത്തത്തകളുടെ ഇരിപ്പിടം. മണ്ണിൽ ചെറിയ കുഴികൾ കുഴിച്ച് അതിലാണ് മുട്ടയിടാറ്. പ്രജനനത്തിന് മാത്രം ഇവിടെ എത്തുന്നതാണ് വേലിത്തത്തകൾ. മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പറക്കാറാകുന്നതോടെ ഇവ സ്ഥലം കാലിയാക്കാറാണ് പതിവ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. TI മധുസൂദനൻ MLAയുടെ പരാതി പരിഹാര അദാലത്ത് നമ്മളൊപ്പം എരമംകുറ്റൂർ പഞ്ചായത്തിൽ നടന്നു. പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ നടന്ന അദാലത്തിൽ നിരവധി പേരാണ് പ്രശ്നപരിഹാരം തേടിയെത്തിയത്. MLAയുടെ പരാതി പരിഹാര അദാലത്ത് നമ്മളൊപ്പം എരമംകുറ്റൂർ പഞ്ചായത്തിൽ നടന്നു. വെള്ളോറ, കുറ്റൂർ, മാതമംഗലം, എരമം എന്നീ സ്ഥലങ്ങളിലാണ് അദാലത്ത് നടന്നത്. പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ, പഞ്ചായത്ത് മെമ്പർമാർ, ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികൾ, സിവിൽ സപ്ലൈസ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ, റവന്യൂ വില്ലേജ് ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, എഞ്ചിനീയറിംഗ് വിംഗ് ഉദ്യോഗസ്ഥർ, KCB ഉദ്യോഗസ്ഥർ എന്നിവർ MLAയ്ക്കൊപ്പം പരാതി പരിഹാര അദാലത്തിൽ പങ്കെടുത്തു. അദാലത്തിൽ 140ഓളം അപേക്ഷകൾ ലഭിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.
വീടില്ലാത്ത സഹപാഠിക്ക് സ്വന്തമായൊരു കിടപ്പാടം ഒരുക്കാൻ പടന്ന MR വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS വിദ്യാർത്ഥികൾ രംഗത്തിറങ്ങി. വീടിന്റെ തറക്കല്ലിടൽ കർമ്മം പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം നിർവഹിച്ചു. അസുഖബാധിതനായ പിതാവുമൊത്ത് വാടക ക്വാർട്ടേഴ്സിൽ കഴിയുന്ന +1 ക്ലാസ്സിലെ വിദ്യാർത്ഥിക്കാണ് പടന്ന MR വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ പുതിയ വീട് നിർമ്മിച്ചു നൽകുന്നത്. വിദ്യാർത്ഥികളുടെയും സമൂഹത്തിലെ നാനാതുറകളിലുള്ള സുമനസ്സുകളുടെയും സഹകരണത്തോടെ നിർമ്മിക്കുന്ന വീടിന്റെ തറക്കല്ലിടൽ കർമ്മം കാന്തിലോട്ട് നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം വീടിന്റെ തറക്കല്ലിട്ടു. നമ്മുടെ ഈ വിദ്യാലയത്തിലെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി, ആ വിദ്യാർത്ഥിനി പാവപ്പെട്ട ഒരു കുടുംബമാണ്, താമസം ക്വാർട്ടേഴ്സിലുമാണ്. അതിലേറെ അവരെ പ്രയാസപ്പെടുത്തുന്നത് അവരുടെ പിതാവ് മാരകമായിട്ടുള്ള ക്യാൻസർ അസുഖം ബാധിച്ച് ശ്രീ ചിത്ര ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. നിർമ്മാണ കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ EP പ്രകാശൻ അധ്യക്ഷനായി. NSS ഉത്തരമേഖലാ കൺവീനർ മനോജ് കണിച്ചുകുളങ്ങര, സ്കൂൾ പ്രിൻസിപ്പൽ P ഈശ്വരൻ നമ്പൂതിരി, ജനപ്രതിനിധികളായ M മനു, T രതില, P പവിത്രൻ, NSS ജില്ലാ കൺവീനർ V ഹരിദാസ്, NSS പ്രോഗ്രാം ഓഫീസർ സജീവ് വടവന്തൂർ, സ്കൂൾ മാനേജർ TMC കുഞ്ഞബ്ദുള്ള, NSS വളണ്ടിയർ ലീഡർ ഗൗരി ലക്ഷ്മി, PK പവിത്രൻ, K കുഞ്ഞബ്ദുള്ള, AN അശോക് കുമാർ, VKP അബ്ദുൽ ജലീൽ, CH മുത്തലീബ്, T മാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ നിയോജക മണ്ഡലം തീരസദസ്സ് മെയ് 23 നടത്തുന്നതുമായി ബന്ധപ്പെട്ട് സ്വാഗത സംഘം രൂപീകരിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹരിക്കുവാനും അവരുമൊത്ത് സംവദിക്കാനും ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന തീരസദസ്സ് പരിപാടി മെയ് 20 മുതൽ 23 വരെ ജില്ലയിലെ 6 തീരദേശ മണ്ഡലങ്ങളിലായി നടപ്പാക്കും. പയ്യന്നൂർ നിയോജക മണ്ഡലം തീരസദസ് മെയ് 23 നടത്തുന്നതുമായി ബന്ധപ്പെട്ട് സ്വാഗത സംഘം രൂപീകരിച്ചു. പാലക്കോട് GMUP സ്കൂളിൽ ചേർന്ന യോഗത്തിൽ പയ്യന്നൂർ MLA TA മധുസൂദനൻ ചെയർമാനായും പയ്യന്നൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ KV ലളിത, രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V ഷൈമ എന്നിവർ കൺവീനർമാരായും കണ്ണൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ CK ഷൈനിയെ ജോയിന്റ് കൺവീനറായും തീരുമാനിച്ചു. ബന്ധപ്പെട്ട സബ് കമ്മിറ്റികളും രൂപീകരിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹരിക്കുവാനും അവരുമൊത്ത് സംവദിക്കുവാനും ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന തീരസദസ് പരിപാടി മെയ് 20 മുതൽ 23 വരെ ജില്ലയിലെ 6 തീരദേശ മണ്ഡലങ്ങളിലായി നടപ്പിലാക്കും. പയ്യന്നൂർ മണ്ഡലത്തിലെ പരിപാടിയിൽ മെയ് 23 രാവിലെ 9:30 മുതൽ 11 വരെ ഫിഷറീസ് വകുപ്പ് മന്ത്രി മണ്ഡലത്തിലെ ജനപ്രതിനിധികളുമായി സംവദിക്കും. 11 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ മത്സ്യത്തൊഴിലാളികളോടൊപ്പമുള്ള തീരസദസ്സും നടക്കും. മന്ത്രി സജി ചെറിയാൻ മുഴുവൻ സമയ പരിപാടികളിൽ പങ്കെടുക്കും. പരാതി പരിഹാര വിശകലനം, മത്സ്യഗ്രാമത്തിന്റെ വികസന സാധ്യതകൾ ചർച്ച ചെയ്യൽ, വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച മത്സ്യത്തൊഴിലാളികളുടെ മക്കളെ അനുമോദിക്കൽ, ആനുകൂല്യ വിതരണം തുടങ്ങിയവ നടക്കും. സ്വാഗത സംഘം രൂപീകരണ യോഗത്തിൽ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MV ദീപു, തീരദേശ ഡിവിഷനുകളിലെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, പയ്യന്നൂർ നഗരസഭ, രാമന്തളി ഗ്രാമപഞ്ചായത്ത് തീരദേശ വാർഡുകളിലെ മെമ്പർമാർ, മത്സ്യത്തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഫിഷറീസ് വില്ലേജ് മാനേജ്മെന്റ് കൗൺസിൽ അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പകർച്ചവ്യാധി പ്രതിരോധ യജ്ഞം 2023 മഴക്കാല പൂർവ്വ ശുചീകരണം, വലിച്ചെറിയൽ മുക്ത പഞ്ചായത്ത് എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന്റെ ഭാഗമായി ചെറുതാഴം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തുന്നു. ഇതിന്റെ ഭാഗമായി ശുചിത്വ സന്ദേശ റാലി സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ CP ഷിജു പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ യജ്ഞം 2023 മഴക്കാലപൂർവ്വ ശുചീകരണം, വലിച്ചെറിയൽ മുക്ത പഞ്ചായത്ത് എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന്റെ ഭാഗമായി നടത്തുന്ന ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായി ശുചിത്വ സന്ദേശ റാലി സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ CP ഷിജു പരിപാടി ഉദ്ഘാടനം ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മാലിന്യവിമുക്ത പഞ്ചായത്താക്കുക എന്നതാണ്. നമ്മുടെ നാട് കൈവരിക്കുന്ന എല്ലാ നേട്ടങ്ങളും പല സന്ദർഭങ്ങളിലായി തകർന്നു പോകുന്നതാണ്. അപ്പോൾ നമുക്കറിയാം, പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ MV രാജീവൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KM ശോഭ, വാർഡ് മെമ്പർ K ശശിധരൻ, അസിസ്റ്റന്റ് സെക്രട്ടറി ദിലീപ് പുത്തലത്ത്, ഹെൽത്ത് ഇൻസ്പെക്ടർ K ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് മണ്ടൂർ കേന്ദ്രീകരിച്ച് ആരംഭിച്ച ശുചിത്വ സന്ദേശ റാലിയിൽ
ജനപ്രതിനിധികൾ, പഞ്ചായത്ത് ആസൂത്രണ സമിതി അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ആശാവർക്കർമാർ, അംഗൻവാടി ജീവനക്കാർ, ആരോഗ്യ പ്രവർത്തകർ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. പിലാത്തറ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചു നടന്ന സമാപന പരിപാടിയിൽ ചെറുതാഴം കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി രഞ്ജിത് കുമാർ ആരോഗ്യ ശുചിത്വ ബോധവൽക്കരണ സന്ദേശം കൈമാറി. മുൻ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് MV ശകുന്തള തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മണ്ടൂരിലെ കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് സജീവമായിരുന്ന EV പുരുഷോത്തമൻ അനുസ്മരണം സംഘടിപ്പിച്ചു. CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി മെമ്പർ K പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. മണ്ടൂർ പൊതുജന വായനശാല ഗ്രന്ഥാലയം, അഴീക്കോടൻ സ്മാരക കലാകേന്ദ്രം, മണ്ടൂർ സ്വാശ്രയ സംഘം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ നടന്ന EV പുരുഷോത്തമൻ അനുസ്മരണം CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി മെമ്പർ K പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. പ്രവാസി ജീവിതം നയിച്ച് തിരിച്ചു വന്നതിന് ശേഷം പ്രവാസികളെ സംഘടിപ്പിക്കാനും അവരുടെ നിരവധി പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിന് വേണ്ടി ഇവിടെ സജീവമായി ഇടപെട്ട് പ്രവർത്തിക്കുന്നു. CM വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. MV രവി, MV ചന്ദ്രൻ, C കേശവൻ, P ദാമോദരൻ, NM ഗോപാലകൃഷ്ണൻ, PV രാജേഷ്, KV സന്തോഷ്, AK രാജീവൻ, CP സുനിൽ, P വിജയൻ, K വിഷ്ണു, MV ദിനേശൻ, പവിത്രൻ കൊത്തില തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതി 2022-23 ഉളിയംകുളം നവീകരണം ഉദ്ഘാടനം നടന്നു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ ഉദ്ഘാടനം നിർവഹിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതി 2022-23 ഉൾപ്പെടുത്തി ഉളിയത്തുകുളം നവീകരണോദ്ഘാടനം നടന്നു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ ഉദ്ഘാടനം നിർവഹിച്ചു. ജനങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നല്ലവരായ നാട്ടുകാർ ഏറെ സഹകരിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതിന്റെ പ്രവർത്തനം നടത്തിയത്. അതിൽ ഞങ്ങളെല്ലാം തന്നെ ഏറെ സന്തുഷ്ടരാണ്. ഈ പ്രവൃത്തി തീർച്ചയായും നമുക്ക് ഇനി തുടർന്ന് അങ്ങോട്ട് ഈ കുളത്തിന്റെ എല്ലാ മേഖലകളും ഈ സൗന്ദര്യവും. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ UV രാജീവൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് D വിമല, AV രവീന്ദ്രൻ, KM ശോഭ, O വിജേഷ്, BP ശാന്തകുമാരി, CM വേണുഗോപാലൻ, MV രാജീവൻ, MV രവി, മുതുവടത്ത് ബാലകൃഷ്ണൻ, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി K സുനിൽകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഇട്ടമ്മൽ മൊയ്തീൻ പള്ളി റോഡിലെ കാലപ്പഴക്കം ചെന്ന ടെലിഫോൺ ബോക്സ് മാറ്റിസ്ഥാപിക്കണമെന്ന ആവശ്യം ഉയരുന്നു. ഇടറോഡുകളിൽ നിന്നും പ്രവേശിക്കുന്ന വാഹനയാത്രക്കാരുടെ കാഴ്ച മറക്കുന്ന രീതിയിലാണ് ബോക്സുകൾ നിലകൊള്ളുന്നത്. പുതിയങ്ങാടി ഇട്ടമ്മൽ മൊയ്തീൻ പള്ളി റോഡിലെ കാലപ്പഴക്കം ചെന്ന ടെലിഫോൺ ബോക്സ് മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കാറുകളും ഇരുചക്ര വാഹനങ്ങളും ഉൾപ്പെടെ പ്രധാന റോഡിൽ പ്രവേശിക്കുമ്പോൾ മറുവശത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കാണാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. ഇത് പലപ്പോഴും അപകടങ്ങൾക്ക് ഇടയാക്കുന്നതായി പ്രദേശവാസികൾ പറയുന്നു. വിഷയം സംബന്ധിച്ച് ഇട്ടമ്മൽ കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചുവെങ്കിലും കാര്യമായ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്നും പ്രദേശവാസികൾ ആരോപിച്ചു. അപകടങ്ങൾ വരാറുണ്ട്. ഈ ടെലിഫോൺ ബൂത്ത് ഇവിടുന്ന് മാറ്റാൻ വേണ്ടി പല പ്രാവശ്യവും അധികാരികൾ ആവശ്യപ്പെട്ടപ്പോൾ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രദേശത്ത് ഒരു വീടുകളിലും ലാൻഡ് ഫോൺ ഇല്ലാത്ത ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ ഈ ടെലിഫോൺ ബോക്സ് ഇവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കണം, അല്ലെങ്കിൽ ഇവിടെ അപകടങ്ങൾ വല്ലാതെ പെരുകി വരും എന്നുള്ളത് കൊണ്ട് ഈ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ കൂടിയിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് ഇവിടെ കൊടുക്കുന്നത്. അതുകൊണ്ട് മേഖലയിലെ ചുരുക്കം ചില വീടുകളിൽ മാത്രമാണ് ടെലിഫോൺ ഉള്ളത്. ഈ സാഹചര്യത്തിലെങ്കിലും അനുയോജ്യമായ മറ്റൊരിടത്തേക്ക് ടെലിഫോൺ ബോക്സ് മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം ഉയരുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കോപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷന് കീഴിൽ പ്രവർത്തിക്കുന്ന ചീമേനി എഞ്ചിനീയറിംഗ് കോളേജിൽ ടെക് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സാങ്കേതിക രംഗത്തെ മികവ് ജനങ്ങളിലേക്ക് എത്തിക്കുക, അതോടൊപ്പം തന്നെ സംവാദങ്ങൾ നടക്കുക, പുത്തൻ ആശയങ്ങൾ രൂപപ്പെട്ടു വരും. കുട്ടികളുടെ വിവിധ പ്രോജക്റ്റുകൾ, പുതിയ സാമൂഹ്യ പ്രതിബദ്ധതയിലുള്ള പ്രോജക്റ്റുകൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു എക്സിബിഷനും അതുപോലെ ടെക് ഫെസ്റ്റും നടത്തി വരുന്നത്. ഏപ്രിൽ 27 മുതൽ 29 വരെ കോളേജ് ഓഡിറ്റോറിയത്തിലും വളപ്പിലുമായി പ്രത്യേകം സജ്ജമാക്കിയ ഇടങ്ങളിലാണ് ഇൻക്വ എന്ന പേരിട്ടിരിക്കുന്ന ടെക് ഫെസ്റ്റ് സംഘടിപ്പിക്കുക.
പുത്തൻ ആശയങ്ങളും പ്രയുക്തശാസ്ത്രത്തിൻ്റെ മികവുകളും പ്രദർശിപ്പിക്കുന്ന സാങ്കേതിക മേളയാണ് ടെക് ഫെസ്റ്റ്. ദേശീയ തലത്തിലുള്ള 4ാമത് ടെക് ഫെസ്റ്റ് 27 രാവിലെ 9 മണിക്ക് ISRO മുൻ ചെയർമാൻ AS കിരൺകുമാർ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ചടങ്ങിനെത്തിയ വിദ്യാർത്ഥികളുമായി ഉദ്ഘാടകൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. കേരളത്തിനകത്തും പുറത്തുമുള്ള വിവിധ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ പങ്കെടുക്കും. നിർമ്മിത ബുദ്ധിയും സോഫ്റ്റ്വെയർ പ്രോഗ്രാമുകളും അടിസ്ഥാനമാക്കി 3 ദിവസങ്ങളിലും വിവിധ ടെക്നിക്കൽ വിഭാഗങ്ങളിൽ മത്സരങ്ങൾ നടക്കും. പ്രൊജക്ട്, മെറ്റാവേഴ്സ്, ഫയർഫോഴ്സ്, ഫോട്ടോഗ്രാഫി, മിനിയേച്ചർ തുടങ്ങി വിവിധ പ്രദർശനങ്ങൾ, റോബോ ഷോ, RC കാർ റേസിംഗ്, ഡ്രോൺ റേസിംഗ് ഉൾപ്പെടെ നിരവധി വിസ്മയിപ്പിക്കുന്ന സാങ്കേതിക പരിപാടികൾ ടെക് ഫെസ്റ്റിന്റെ ഭാഗമായി നടക്കും. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വിനോദ് പൊട്ടക്കുളത്ത്, ഡോക്ടർ PV മഹേഷ്, അനന്തു രവീന്ദ്രൻ, T രതീഷ്, TP പവിത്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ് 10 സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടത്തിയ ജൈവ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പും കാർഷിക ബോധവൽക്കരണ ക്ലാസും നടന്നു. പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് കോളേജ് പ്രിൻസിപ്പൽ VM സന്തോഷ് നിർവഹിച്ചു. പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ് 10 സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടത്തിയ ജൈവ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പും കാർഷിക ബോധവൽക്കരണ ക്ലാസും നടന്നു. കോളേജ് പ്രിൻസിപ്പൽ VM സന്തോഷ് പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുതാഴം കൃഷിഭവനിലെ കൃഷി അസിസ്റ്റന്റ് MK സുരേഷ് NSS വളണ്ടിയർമാർക്ക് കാർഷിക ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ TV സുരേഖ അധ്യക്ഷത വഹിച്ചു. NSS യൂണിറ്റ് സെക്രട്ടറി VP അർജുൻ, കോളേജ് സൂപ്രണ്ട് KV ശ്രീകാന്ത്, P കിരൺ എന്നിവർ സംസാരിച്ചു. വിളവെടുത്ത പച്ചക്കറികൾ കുട്ടികൾക്കിടയിൽ ലേലം ചെയ്ത് വിൽപ്പന നടത്തി. അടുത്ത സീസണിൽ 1 ഏക്കർ സ്ഥലത്ത് കൃഷിവകുപ്പിന്റെ സഹായത്തോടെ സ്ഥാപന കൃഷി ചെയ്യാനാണ് നാഷണൽ സർവീസ് സ്കീം ഉദ്ദേശിക്കുന്നതെന്ന് പ്രോഗ്രാം ഓഫീസർ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കണ്ണപുരം ചുണ്ടയിലെ കിഴക്കേ ഗോവിന്ദലത്ത് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. തെക്കിനിയേടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് യജ്ഞദീപം തെളിയിച്ചു. തെക്കിനിയടുത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് യജ്ഞദീപം തെളിയിച്ചതോടെ കണ്ണപുരം ചുണ്ടയിലെ കിഴക്കേ ഗോവിന്ദലത്ത് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. മേപ്പള്ളി നാരായണൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. ചെറിയൂർ മുല്ലപ്പള്ളി രാജൻ നമ്പൂതിരി സംസാരിച്ചു. വടശ്ശേരി പെരികമന ജയകൃഷ്ണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. വാളക്കോട് സുരേഷ് നമ്പൂതിരിയാണ് സഹ ആചാര്യൻ. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മുത്തത്തി കാര്യക്കാട് ശ്രീ മുത്തപ്പൻ മടപ്പുര തിരുവപ്പന മഹോത്സവം ഏപ്രിൽ 28, 29, 30 തീയതികളിൽ നടക്കും. തിരുവപ്പന മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുത്തത്തി കാര്യക്കാട് ശ്രീ മുത്തപ്പൻ മടപ്പുരയിൽ ഈ വർഷത്തെ തിരുവപ്പന മഹോത്സവം ഏപ്രിൽ 28, 29, 30 തീയതികളിലായി നടക്കും. 28-ന് വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് നട തുറന്ന പൈങ്കുറ്റി. പുതിയതായി നിർമ്മിച്ച ഓഫീസ് കെട്ടിടം, തുലാഭാരത്തട്ട്, ആലവട്ടം, മുത്തുക്കുട, കലശത്തട്ട് സമർപ്പണം. 6 മണിക്ക് സാംസ്കാരിക സദസ് നടക്കും. കൈരളി TV ന്യൂസ് എഡിറ്റർ ബിജു മുത്തത്തി ഉദ്ഘാടനം ചെയ്യും. ശ്രീകോവിലിനെ ചുവർചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ച ചിത്രകാരൻ ബിജു പാണപ്പുഴ, യുവകവി അനുദർശ് ജനൻ എന്നിവരെ അനുമോദിക്കും. ഏപ്രിൽ 29-ന് ശനിയാഴ്ച രാവിലെ 6 മണിക്ക് ഗണപതി ഹോമം, വൈകിട്ട് 4 മണിക്ക് മുത്തപ്പൻ ദൈവത്തെ മലയിറക്കൽ ചടങ്ങ്, 6 മണിക്ക് ഊട്ടും വെള്ളാട്ടം, രാത്രി 8 മണിക്ക് അന്നദാനം എന്നിവ നടക്കും. തുടർന്ന് കളിക്കപ്പാട്ട്, മടയന്റെ അന്തിവേല, കലശം എഴുന്നള്ളിക്കൽ, വെള്ളകെട്ടൽ എന്നിവയും ഉണ്ടാകും. ഏപ്രിൽ 30-ന് ഞായറാഴ്ച രാവിലെ 5 മണിക്ക് തിരുവപ്പന വെള്ളാട്ടം പുറപ്പാട് നടക്കും. തുടർന്ന് 12 മണി മുതൽ അന്നദാനവും ഉണ്ടാകും. തിരുവപ്പന മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. T രഞ്ജിത് കുമാർ, KP മുരളീധരൻ, സുനിൽ കാനായി, ഷിബു കൊടക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാട്ടൂൽ സൗത്ത് ലിറ്റിൽ ഫ്ലവർ UP സ്കൂൾ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി വിവിധ കലാകായിക പരിപാടികൾ നടക്കും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 14-ന് ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കും. വൈകിട്ട് 4 മണിക്ക് ബൈക്ക് റാലി മടക്കര ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് സ്കൂളിൽ സമാപിക്കും. മെയ് 15-ന് LP, UP വിഭാഗം വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരവും 16-ന് അണ്ടർ 17 ഫുട്ബോൾ ടൂർണമെന്റും നടക്കും. 19-ന് വിവിധ സ്ഥലങ്ങളിൽ ഫ്ലാഷ് മോബ്, 21-ന് വൈകിട്ട് 3 മണി മുതൽ വിളംബര ജാഥ, 5:30 മുതൽ സിനിമാറ്റിക് ഡാൻസും 22-ന് കെട്ടിടോദ്ഘാടനവും നടക്കും. പരിപാടിയുടെ വിജയത്തിനായി സ്കൂൾ മാനേജർ ഫാദർ ജസ്റ്റിൻ എടത്തിൽ ചെയർമാനും മുൻ ഹെഡ് മാസ്റ്റർ E അജിത് പ്രസാദ് കൺവീനറായി 151 അംഗ കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ഫാദർ ജസ്റ്റിൻ എടത്തിൽ, E അജിത് പ്രസാദ്,
CP വിൽസൺ, VJ ജെയ്സൺ, ടാർസൺ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നടൻ മാമുക്കോയ അന്തരിച്ചു. 4 പതിറ്റാണ്ടോളം മലയാളികളെ ചിരിപ്പിച്ച ചിരിയുടെ തമ്പുരാന് വിട. മരണകാരണം ഹൃദയാഘാതത്തോടൊപ്പം തലച്ചോറിലുണ്ടായ രക്തസ്രാവം. ഖബറടക്കം വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക്. തൃക്കരിപ്പൂരിൽ താലൂക്ക് ആശുപത്രിയിൽ പുതുതായി നിർമ്മിച്ച പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. ആരോഗ്യ, വനിതാ, ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കെട്ടിടം നിർമ്മിച്ചത് 2 കോടി രൂപ ചിലവിൽ. ഭക്തിയുടെ നിറവിൽ തെരു അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രത്തിൽ മീനമൃത് മഹോത്സവം. ഒരേ വേഷവും ഒരേ മനസ്സുമായി മീനമൃത് മഹോത്സവത്തിനെത്തിയത് നിരവധി പേർ. മീനമൃത് നടന്നത് കലശ മഹോത്സവത്തിന്റെ 5ാം നാൾ. പയ്യന്നൂർ നഗരസഭ ആരോഗ്യ ജാഗ്രത 2023 വലിച്ചെറിയൽ മുക്ത നഗരം പദ്ധതിയുടെ ഭാഗമായി പയ്യന്നൂർ നഗരസഭയിൽ മെഗാ ക്ലീനിംഗ് ക്യാമ്പയിൻ. നഗരത്തിന്റെ 7 ഭാഗങ്ങളിലായി നടന്ന ക്യാമ്പയിനിൽ സമൂഹത്തിലെ നാനാതുറകളിലുള്ളവർ പങ്കെടുത്തു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.